പഞ്ചിന് പ്ലഷിന് കിട്ടിയ കഥ. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എവിടെ നോക്കിയാലും ഈ ഒരു സ്റ്റോറി തന്നെയായിരിക്കും നമ്മൾ കാണുന്നുണ്ടാവുക. ഒരു 7 മാസം മുന്നേ ജപ്പാനിലെ ഒരു സൂലെത്തിയിട്ടുള്ള ഒരു കുരങ്ങനാണ് പഞ്ച്. ജനിക്കുമ്പോൾ തന്നെ അമ്മയെ നഷ്ടപ്പെട്ട ഈ ഒരു കുരങ്ങനെ ഇവിടെ എത്തിയ സമയത്ത് മറ്റ് കുരങ്ങന്മാരിൽ നിന്ന് അവഗണനയും ആട്ടിയോടിക്കലും ആക്രമണവും വരെ ഉണ്ടായിട്ടുണ്ട്. ഇത് കണ്ടിട്ടുണ്ടായിരുന്ന അവിടുത്തെ ഒരു ജീവനക്കാരൻ പ്ലഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാവക്കുട്ടീനെ ഈ കുരങ്ങിന് കൊടുക്കുകയുണ്ടായി. അതിനുശേഷം നമ്മുടെ പഞ്ച് മറ്റുള്ള കുരങ്ങന്മാരിൽ നിന്ന് ആക്രമണവും ആട്ടിയോടിക്കലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ പ്ലഷിനെ പിടിച്ച് നടക്കുകയും കെട്ടുപിടിച്ച് കിടക്കുകയും ചെയ്യുന്ന വിഷ്വൽസാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഈ വിഷ്വൽ കണ്ടപ്പോൾ പെട്ടെന്ന് മനസ്സിൽ ഓടി വന്നോ ഒറ്റപ്പെടുത്തൽ തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഒരാളോട് സംസാരിക്കാനോ അല്ലെങ്കിൽ ഒന്ന് തോളിൽ ചാരാനോ ഇല്ലാത്ത എത്ര പേരുണ്ടാവും ഈ ലോകത്ത്. അവരെന്താ ചെയ്യുക? അവരുടെ സ്വന്തം കാറോ ബൈക്കോ എടുത്ത് എവിടെയെങ്കിലും യാത്ര പോകും, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒറ്റയ്ക്ക് ഇരിക്കും, അല്ലെങ്കിൽ അവരുടെ പ്രിയപ്പെട്ട പട്ടിയോടോ പൂച്ചയോടോ അല്ലെങ്കിൽ അവർ നട്ടുവളർത്തിയുള്ള ചെടികളോടോ. അതല്ലെങ്കിൽ അതും വേണ്ട, തലയണ കണ്ടിട്ടുള്ള അത്രയൊന്നും വേറെ ആരും കണ്ടിട്ടുണ്ടാവില്ല അല്ലേ. എനിക്കിത് കണ്ടപ്പോൾ ശരിക്കും തോന്നിയെന്താണെന്നറിയോ, ഇവർക്കൊന്നും കേൾക്കാൻ പറ്റുന്ന പോലെയൊന്നും മനുഷ്യന്മാർക്ക് ഒരിക്കലും കേൾക്കാൻ പറ്റില്ല. പഞ്ചിന് പ്ലഷിന് കിട്ടിയ പോലെ നമുക്കും ആരുടെയെങ്കിലുമൊക്കെ തലയണാവാൻ പറ്റട്ടെ.